അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ് മുഹറം. മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ആ മാസത്തിൽ പ്രത്യേകമായും അല്ലാതെയും അനുഷ്ഠിക്കേണ്ട നോമ്പിനെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനി സുഹൃത്തുക്കളെ, അള്ളാഹു പവിത്രമാക്കിയ, ആദരിച്ച ഈ മാസത്തെ അനാദരവായി കാണുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. ചിലർ ഈ മാസത്തെ നഹ്സായിട്ട് അഥവാ ശകുനമായിട്ട് കാണുന്നവരുണ്ട്. ചിലർ ഈ മാസത്തെ എന്തെങ്കിലും അപകടമോ മറ്റോ സംഭവിച്ചാൽ ചിലർ പറയാറുണ്ട്, അവൻ്റെ സമയം മോശമായി പോയി, ഇപ്പോൾ സമയം മോശമാണ്. അതേപോലെ തന്നെ കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ ദുശകുനമാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ശകുനത്തെ പേടിച്ച് ആ കാര്യത്തെ മാറ്റിവെക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇതൊന്നും ചേർന്നതേയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില സമയങ്ങൾക്കുമെല്ലാം പവിത്രതയും ശ്രേഷ്ഠതയും ഒക്കെ കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മാസത്തിനും ഒരു ദിവസത്തിനും ഒരു സമയത്തിനും അല്ലാഹു നഹ്സായി, ശകുനമായി, ദുശകുനമായി പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും കുറ്റകരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ഖുദ്സിയായ ഹദീത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുഅ്ദീനി ഇബ്നു ആദം, ആദമിൻ്റെ പുത്രൻ അഥവാ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കുന്നു. യസുബുദ്ദഹ്റ, അവൻ കാലത്തെ കുറ്റപ്പെടുത്തുന്നു. അല്ലാഹു പറയാണ്, വഅനദ്ദഹ്റു, ഞാനാണ് കാലം. ബിയദിൽ അംറു, കാര്യങ്ങളുടെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും മാറ്റിമറിക്കുന്നവൻ ഞാനാണ് എന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, കാലം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖൈറും ഷർറും ഉണ്ടാകുന്നത് അല്ലാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവനാണ്. അല്ലാഹു ഉദ്ദേശിക്കാത്തതൊന്നും ഇവിടെ സംഭവിക്കുകയില്ല എന്നും, ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരു വിശ്വാസിയുടെ നിലപാട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അജബല്ലി അംരിൽ മുഅ്മിനി, ഒരു മുഅ്മിൻ്റെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ, അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്, നന്മയാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി, വിശ്വാസിക്കല്ലാതെ അത് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇന്ന അസ്വാബതുഹു സറാഉ ശക്കറ, വല്ല സന്തോഷവും അവന് വന്നിട്ടുണ്ട് എങ്കിൽ, ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതിലൂടെ അവൻ നന്മ കണ്ടെത്തുകയും ചെയ്യും. വൈന അസ്വാബതുഹു ദർറാഉ സബറ, ഇനി വല്ല പ്രയാസകരമായ വല്ല അവസ്ഥയുമാണ്, വല്ല ദുർറുമാണ്, വല്ല ഉപദ്രവവുമാണ് അവനെ ബാധിച്ചിട്ടുള്ളത് എങ്കിൽ സ്വബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതിലൂടെ അവൻ നന്മ കണ്ടെത്തുകയും ചെയ്യും. എന്നാൽ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളെ വികൃതമാക്കി ചിത്രീകരിക്കുന്ന ഒരു സമ്പ്രദായം, പവിത്രത ഇല്ലാത്ത മാസങ്ങളെ പവിത്രത കൽപ്പിക്കുക, ഇതൊക്കെ ജാഹിലിയത്തിലുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ, വിലക്കപ്പെട്ട മാസം പുറകോട്ട് മാറ്റുക എന്നത് സത്യനിഷേധത്തിൻ്റെ വർധനവ് തന്നെയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, യുദല്ലു ബിഹില്ലദീന കഫറു, സത്യനിഷേധികൾ അതുമൂലം തെറ്റിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു. യുഹില്ലൂനഹു ആമൻ വയുഹരിമൂനഹു ആമൻ, ഒരു കൊല്ലം അവരത് അനുവദനീയമാക്കുകയും മറ്റൊരു കൊല്ലം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. ലിയുവാതിഉ ഇദ്ദത മാ ഹറമല്ലാഹ് ഫയുഹില്ലു മാ ഹറമല്ലാഹു,
അള്ളാഹു ഹറാമാക്കിയ മാസത്തിൻ്റെ, നിഷിദ്ധമാക്കിയ മാസത്തിൻ്റെ എണ്ണം ഒപ്പിക്കുവാനും എന്നിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയത് ഏതോ അത് അനുവദനീയമാക്കുവാനും വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, സുയ്യിന ലഹും സൂഉ അഅ്മാലിഹിം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. അവരുടെ ദുഷ്പ്രവൃത്തികൾ അവർക്ക് ഭംഗിയായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു, സത്യനിഷേധികളായ ജനങ്ങളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല എന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, എന്താണോ അവിടുന്ന് മഹത്വപ്പെടുത്തിയിട്ടുള്ളത്, അതിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.